സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ മലയര മഹാസഭ രംഗത്ത്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കാനുള്ള മലയരുടെ അവകാശം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ആഗോള അയ്യപ്പ സംഗമത്തിൽ കൈക്കൊള്ളണമെന്ന് സഭ ആവശ്യപ്പെട്ടു. ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭകാലത്തെ ഭക്തർക്കെതിരായുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് മലയര മഹാസഭ ആവശ്യപ്പെട്ടു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അതിൽ മലയര വിഭാഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാകണം. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയര മഹാസഭ. ഇപ്പോൾ അവർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് കൂടി ഇവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് പുതിയ നിർദ്ദേശമല്ല. കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി മലയര സമൂഹം ശബരിമല ആചാരാനുഷ്ഠാനങ്ങളിൽ അവരുടെ പങ്കും അവരുടെ പ്രാതിനിധ്യം വേണമെന്നും, പ്രത്യേകിച്ച് മകരവിളക്ക് തെളിയിക്കുന്നതിനടക്കമുള്ള മകരജ്യോതി തെളിയിക്കുന്നതടക്കമുള്ള ഒരു അത്തരത്തിലുള്ള പ്രാതിനിധ്യം അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ ആ ആവശ്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെന്നടക്കമുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുബിൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എത്തിയിരിക്കുന്നു, അതിൽ ചില ഉദ്ദേശശുദ്ധി സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതോടകം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്താണ് മലയര മഹാസഭയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്? അല്ല, മലയര മഹാസഭയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങളിൽ വരുമ്പോഴും മലയര സമുദായത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം മലയര മഹാസഭയാണ്, മലയര സമുദായമാണ് ശബരിമല അമ്പലത്തിന്റെ സ്ഥാപകരെന്ന് പറയുന്നത്. പിൽക്കാലത്ത് ലോകം അറിയപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമായി മാറി. ഹിന്ദു സമൂഹം എല്ലാ ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ തീർച്ചയായും മലയര സമുദായത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അവകാശങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അവിടെ ഉയർന്നു വരേണ്ടത്. ഉദാഹരണത്തിന് 1949 വരെ പൊന്നമ്പലമേട്ടിൽ മകര ദീപം തെളിയിച്ചിരുന്നത് മലയര സമുദായത്തിൽപ്പെട്ട കുഞ്ഞൻ കാണിക്കാരനായിരുന്നു, പുത്തൻവീട്ടിൽ കുഞ്ഞൻ കാണിക്കാരൻ. അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ മലയര സമുദായത്തിന്റെ മുഴുവൻ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ജനാധിപത്യം വന്നു, സ്വാതന്ത്ര്യം കിട്ടി. മലയര സമുദായത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവരുടെ ആചാരങ്ങൾ പൂർത്തിയാക്കാൻ, അവർക്ക് ആചാരങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്തസംഗമത്തിൽ മലയര സമുദായത്തിന്റെ അവകാശങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് എങ്ങനെ പുനഃസ്ഥാപിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ജനാധിപത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണത്. കാരണം ഒരു ഗോത്രവിഭാഗമായ മലയര സമൂഹം അവർ 18 മലകളിലും മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആ ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. പലതും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് നീതി കിട്ടാത്ത അവസ്ഥയുമായി. ഒരു സവർണ കയ്യേറ്റമോ ഒരു അവർണ കയ്യേറ്റമോ അവിടെ നടന്നിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ വിശുദ്ധ കയ്യേറ്റങ്ങളാണ് എല്ലാം. ഒരു ഹിന്ദു സംഘടനകളും നമ്മളോട് നമ്മുടെ അവകാശങ്ങളെ ഖനിച്ചിട്ടില്ല ഇതുവരെ. നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്, തടഞ്ഞു വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ജനാധിപത്യ ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റ് തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കണം. ഇവ തിരിച്ചു കൊടുക്കാനുള്ള, ഈ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ നടത്തണം. അതായിരിക്കണം അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ്. അത് അപ്പോൾ അത് നീതിയാവുള്ളൂ. ഇക്കാര്യം നേരത്തെ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണല്ലോ. മാത്രമല്ല, ഇത് ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു നിയമലംഘനത്തിലേക്ക് വരെ കടന്നിരുന്നു. അതായത് വിലക്ക് ലംഘിച്ചുകൊണ്ട് അവിടെ പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയിക്കും എന്നുള്ള, മകരവിളക്ക് തെളിയിക്കും എന്നുള്ള രീതിയിൽ പുറപ്പെടുകയും അറസ്റ്റ് വരികയൊക്കെ സംഭവങ്ങളുണ്ടായി. അത്തരത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള സമരങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഇക്കാര്യം എല്ലാ വർഷവും ഇക്കാര്യം ആവർത്തിക്കുന്നത് കൂടിയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത് അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നത് കൊണ്ട് സർക്കാരിനുണ്ടാകുന്ന കോട്ടം എന്താണെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല, അത് നമ്മൾ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ശബരിമല ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങൾ. അപ്പോൾ മലയര സമുദായത്തെ പോലെയുള്ള സ്ഥാപകരായിട്ടുള്ള സമൂഹങ്ങളെ അവിടെ അവകാശങ്ങൾ കൊടുത്താൽ ഈ വലിയ വരുമാനത്തിൽ ഇടിവുണ്ടാകുമെന്നുള്ള ഭയം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാരാണ്. ഒരു ഗോത്രവിഭാഗം നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു പോരുന്ന അവകാശങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭരണഘടനാപരമായിട്ട് നമുക്ക് ഏത് വിശ്വാസവും ഏത് ആചാരവും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടത് മനസ്സിലാക്കി അത് തിരികെ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റിനോട് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യക്ഷമായിട്ടൊരു സമരത്തിലേക്ക് പോവുകയും അതിലെ ചർച്ചകൾ നമുക്ക് അനുകൂലമായി ഈ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരാമെന്നുള്ള വാക്കും ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചാലും മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഭരണഘടനയും ഗവൺമെന്റിനെയും ജനാധിപത്യത്തെ എല്ലാം മാനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ അക്രമ സമരത്തിലേക്കോ പ്രത്യക്ഷ സമരത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളെപ്പോഴും നമ്മുടെ നീതി ന്യായ വ്യവസ്ഥകളിൽ വിശ്വസിക്കുകയും അതിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.
ഇക്കാര്യത്തിൽ ആചാരപരമായിട്ടുള്ള ഒരു വിലക്കോ അല്ലെങ്കിൽ ഒരു തടസ്സമോ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഹൈന്ദവ സംഘടനകളും ഈ ആവശ്യത്തോട് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ പന്തളം കൊട്ടാരവും തന്ത്രിയെല്ലാം ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും പിന്തുണ മലയാള സമുദായത്തിനുണ്ട്. ഇപ്പോൾ എല്ലാ കാലത്തും ഉണ്ട്. പന്തളം കൊട്ടാരം പലകുറി ആവശ്യപ്പെട്ടിട്ടുണ്ട് മലയാള സമുദായത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് അത് തിരികെ കൊടുക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ വിശുദ്ധ കയ്യേറ്റങ്ങളായതുകൊണ്ടാണ് അവർ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തത്. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു സംഘടനയും നമ്മളെ എതിർക്കുന്നില്ല. നമ്മുടെ ഒപ്പമാണ് എല്ലാ സംഘടനകളും ഉള്ളത്. എല്ലാ കാലത്തും ആചാരങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മളെല്ലാം ഒരു സമാജമായിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾക്ക് നിങ്ങളെ വിളിച്ചിരുന്നോ, അല്ലെങ്കിൽ കൂടിയാലോചനകൾ നടന്നിരുന്നോ? ഇക്കാര്യം ബോധിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ സംഗമത്തിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് ധാരണകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. നമ്മളെ പ്രാഥമികമായ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ ക്ഷണിച്ചിരുന്നു. നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള സഭയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ പങ്കെടുത്തിരുന്നു, സനൽ കവനാൽ. അദ്ദേഹം അവിടുത്തെ നമ്മുടെ ഈ വിഷയങ്ങൾ അവിടെ അദ്ദേഹം മന്ത്രി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അവിടെ ഉയർന്നു വരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള സർക്കാർ നമ്മളെ ക്ഷണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അത് എന്താണെന്ന് ഇനി വരാനിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ഈ ആചാര സംരക്ഷണ പ്രക്ഷോഭ കാലഘട്ടത്തിലുണ്ടായ കേസുകളെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആശങ്കകളല്ല, ഒരുപക്ഷെ അതിപ്പോഴും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതികാര ബുദ്ധിയ കേസുകൾ മുന്നോട്ട് പോകുന്നു. ഈ അടുത്ത് തന്നെ രഹന ഫാത്തിമയ്ക്കെതിരെയുള്ള കേസ് തീർപ്പാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ കേസ് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ഈ ഒരു ഇരട്ടത്താപ്പിന്? അതായത് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയും ചെയ്യുന്നു, പക്ഷേ ഈ ആചാരവിരുദ്ധമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങിയവരെ സംരക്ഷിക്കാനുള്ള നിലപാടും സർക്കാർ നടത്തുന്നു. ഈ ഒരു ഇരട്ടത്താപ്പിനെ എങ്ങനെയാണ് വിമർശിക്കുന്നത്? അല്ല, നമ്മൾ അതിനെ കാണുന്നത് ഇപ്പോൾ ശബരിമലയിലെ ആചാരങ്ങൾ, എല്ലാവർക്കും ആചാരങ്ങളുണ്ട്. നമ്മുടെ ആചാരങ്ങളുണ്ട്. ഹൈന്ദവ സംഘടനകളിലെ എല്ലാ വിഭാഗങ്ങൾക്കും വ്യക്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതിൽ വ്യക്തമായ അവർക്ക് ഓരോ ആചാരങ്ങളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയ സമരങ്ങൾ, അതിൽ ഹൈന്ദവ സംഘടനകൾ നടത്തിയ സമരങ്ങൾ, അതിൽ 6000-ഓളം കേസുകളിലായി 10,000-ത്തിലധികം ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാള മഹാസഭ ആവശ്യപ്പെടുന്നത് ഈ മണ്ഡലകാലത്തിന് മുമ്പായി തന്നെ ഈ കേസുകളെല്ലാം പിൻവലിച്ച് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ എല്ലാവരുടെയും ദൈവത്തെ, ഈശ്വരനെ, ആ ഈശ്വര സന്നിധിയിലേക്ക് എല്ലാവർക്കും വരാനുള്ള അവകാശങ്ങളും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭക്തർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു തടസ്സമല്ല. അവിടെ കേസുകളെല്ലാം പിൻവലിക്കണം. അത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസുകളാണ്. അതൊക്കെ പിൻവലിക്കണം. കാരണം അയ്യപ്പൻ എല്ലാവരുടെയും അല്ലേ, എല്ലാവർക്കും വരാൻ പറ്റുന്ന, എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് തന്നെയാണ് മലയാള മഹാസഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിരന്തരം ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടക്കുമ്പോൾ ആ വിഷയങ്ങളാണ് പ്രാഥമികമായി പരിഹരിക്കപ്പെടേണ്ടത് എന്നാണ് ഇപ്പോൾ മലയര സമൂഹം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ കേസുകൾ സംബന്ധിച്ച് ഉള്ള ആ ഒരു പ്രതികാര ബുദ്ധിയുള്ള വേട്ടയാടൽ അവസാനിപ്പിക്കണമെന്നും ഇവർ വീണ്ടും ആവശ്യപ്പെടുകയാണ്. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ.